ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 PSC 10th പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ഒരു പരീക്ഷയിലെ 80 GK ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പറയും പോലെ തന്നെ ഇത് PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിലായിരിക്കും പിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ തെറ്റുള്ളത് നിങ്ങൾക്ക് തിരുത്തി പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 60/2022. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മലയാളം മിഷൻ. മലയാളം മിഷനാണ് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. മീശ എന്ന നോവൽ രചിച്ചത്. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, എസ് ഹരീഷ്. എസ് ഹരീഷിൻ്റെ നോവലാണ് മീശ. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. കെ ഫോൺ പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം എത്തിക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1951. 1951 ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത്. കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ആരോഗ്യ സേതു. ആരോഗ്യ സേതു ആണ് കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, തൃശ്ശൂർ. തൃശ്ശൂരിലാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ടെന്നീസ്. ടെന്നീസ് ആണ് അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1, 3. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി ഉൾപ്പെടാത്ത ജില്ല. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പത്തനംതിട്ട. പത്തനംതിട്ടയാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. വി നാരായണനാണ് ISROയുടെ നിലവിലെ ചെയർമാൻ. അദ്ദേഹം ISROയുടെ 11ാമത് ചെയർമാനാണ്. ISROയുടെ നിലവിലെ ചെയർമാനായ വി നാരായണൻ ISROയുടെ 11ാമത് ചെയർമാനാണ്. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3. അതായത് സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജവും. എന്തൊക്കെയാണ്? സൗരോർജവും ജൈവവാതകവും കാറ്റിൽ നിന്നുള്ള ഊർജവും എല്ലാം തന്നെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, 1, 2, 3, 4. അതായത് ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ്.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. മണിക്കരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. മണിക്കരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് ആണ് മണിക്കരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്താണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി NH-44. NH-44 ആണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമതീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമതീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയാണ് മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമതീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1955. 1955 അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 6. 6 തരം മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 42ാം ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഗംഗ. ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 52 സെക്കൻഡ്. 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ.
1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ് 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1-4, 2-1, 3-2, 4-3. അതായത് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസേൻ. എന്തൊക്കെയാണ്? ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസേൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. സന്താൾ കലാപം നടന്ന വർഷം. സന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1855, 1856. 1855, 1856 കാലഘട്ടത്തിലാണ് സന്താൾ കലാപം നടന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബംഗാൾ. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1857 മെയ് 10. 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഓഗസ്റ്റ് 9, 1942. ഓഗസ്റ്റ് 9, 1942 ക്വിറ്റ് ഇന്ത്യ ദിനം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം